Hi, hello and welcome back to our channel Sci Tech. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു Sci Tech. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നും നാളെയും +2 മാത്സ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് നോർമൽ ഡിഫറൻസിയേഷൻ ഇല്ലേ, അതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അങ്ങനെ നോർമൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കിട്ടുന്ന ആ ഡെറിവേറ്റീവിനെ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, അതായത് y ഈക്വൽ ടു f ഓഫ് എക്സ്. അപ്പൊ y ഡാഷ് എന്താണ്? f ഡാഷ് ഓഫ് എക്സ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ്, അതെന്ത് വരും? f ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു f ഓഫ് എക്സ്. നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് y ഡാഷ് ഈക്വൽ ടു f ഡാഷ് ഓഫ് എക്സ്. എഗെയിൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് ഈക്വൽ ടു f ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇതാണ് ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. ഓക്കെ, y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. അതായത് എന്ത് കാണണം? dy ബൈ ഡി എക്സ് ആണ് എന്ത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് ടാൻ എക്സിന്റെ 6 സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു 2x 6x പ്ലസ് 6 സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഫസ്റ്റ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, അതായത് 2 sec x, ദെൻ sec xന്റെ ഡെറിവേറ്റീവ് sec x ഇൻറ്റു ടാൻ എക്സ്. അതായത് ഇവിടെ എന്ത് വരും? 2 sec സ്ക്വയർ എക്സ് ടാൻ എക്സ്. ആൻസർ എന്താണ്? 6x പ്ലസ് 2 sec സ്ക്വയർ എക്സ് ടാൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു 3 ഇൻറ്റു ഇ റേസ് ടു 2x പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x. ഫസ്റ്റ് dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് എന്ത് വരും? 3 ഇൻറ്റു ഇ റേസ് ടു 2x ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x into 3 അല്ലേ? that is equal to 6 e raised to 2x plus 6 e raised to 3x. then d square y by dx square എന്ത് വരും? 6 into e raised to 2x into 2 plus 6 into e raised to 3x into 3. ഇത് എന്ത് വരും? 12 e raised to 2x plus 18 e raised to 3x. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനല്ലായിരുന്നു, ഇത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. പ്രൂവ് ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 5 dy ബൈ ഡി എക്സ് പ്ലസ് 6y ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും വേണം, dy ബൈ ഡി എക്സും വേണം. രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ്, അതായത് 12 e raised to 2x plus 18 e raised to 3x minus 5 into dy by dx. 5 into dy by dx എന്താ? 6 e raised to 2x plus 6 e raised to 3x plus 6y. 6 into 3 e raised to 2x plus 2 e raised to 3x. ഇതെല്ലാം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. Then 12 e raised to 2x plus 18 e raised to 3x minus multiply ചെയ്യുമ്പോൾ എന്ത് വരും? 30 e raised to 2x minus 30 e raised to 3x plus 18 e raised to 2x plus 12 e raised to 3x. ഇവിടെ നമുക്ക് ഏതൊക്കെ ആഡ് ചെയ്യാം? 12 e raised to 2x എല്ലാം ആഡ് ചെയ്യാം അല്ലെ? അപ്പൊ 12 മൈനസ് 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 18 e raised to 2x പ്ലസ് 18 e raised to 2x എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? 0 വരും. അപ്പൊ ഇതെല്ലാം കൂടി എന്ത് വരും? 0 വരും. ഇനി 18 e raised to 3x മൈനസ് 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 12 e raised to 3x പ്ലസ് 12 e raised to 3x എന്ന് പറയുമ്പോൾ 0 വരും. അപ്പൊ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി.
thus proved. Okay. Next question, y equal to sin inverse x, then show that 1 minus x square into d square y by dx square minus x into dy by dx equal to 0. അപ്പോൾ നമുക്ക് dy by dx കാണണം, d square y by dx square കാണണം. അപ്പോൾ dy by dx എന്ത് വരും? sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by root of 1 minus x square അല്ലേ? then d square y by dx square എന്ത് വരും? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 1 by x ന്റെ ഫോമില കിടക്കുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കോഷ്യൻ റൂൾ എടുക്കുക. ഇത് ഞാൻ 1 by x ന്റെ ഫോമിൽ ചെയ്യാണ്. 1 by x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ ആണ്. സോ മൈനസ് 1 by x സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 minus x സ്ക്വയർ. ദെൻ റൂട്ട് ഓഫ് 1 minus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1 by 2 root of 1 minus x സ്ക്വയർ ഇൻറ്റു 1 minus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 minus 2x. സോ എന്ത് വരും? മൈനസ് 2x. ഈ മൈനസും മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. 2ഉം 2ഉം ക്യാൻസൽ ആവും. x divided by 1 minus x square into root of 1 minus x square. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? 1 minus x square into d square y by dx square. അപ്പോൾ എന്ത് വരും? 1 minus x square into ഇത്. അപ്പോൾ ആ 1 minus x square കട്ട് ചെയ്തു പോവല്ലോ. ബാക്കി എന്ത് വരും? x divided by root of 1 minus x square minus x into dy by dx 1 by root of 1 minus x square. അപ്പോൾ ആൻസർ എന്ത് വരും? 0. thus proved. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 7th എക്സസൈസ് ആണ്. അപ്പൊ അതിൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ y ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1, ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഇതിന് തന്നെയായിട്ടൊരു പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം അല്ലേ? അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പൊ ഈ സൈൻ എക്സ് രണ്ടും കൂടി എന്താവും? മൈനസ് 2 സൈൻ എക്സ്. അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ്. ഓക്കെ, മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു e raised to x into sin 5x, e raised to x into sin 5x. അപ്പോൾ ഫസ്റ്റ് dy by dx നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. e raised to x into 5 cos 5x അല്ലേ, പ്ലസ് sin 5x into e raised to x. അപ്പോൾ ഈ 5 ആദ്യത്തിലേക്ക് എടുത്ത് എഴുതാണ്. e raised to x into 5 എന്നുള്ളത് 5 e raised to x എന്ന് എഴുതി. രണ്ടായാലും സെയിം അല്ലേ? ദെൻ d square y by dx square എന്ത് വരും? ഈ 5നെ കോമൺ ആയിട്ട് പുറത്ത് നിർത്തി. ദെൻ ഇത്രയതിന് എന്ത് കൊടുക്കുക? പ്രോഡക്റ്റ് റൂൾ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് 5xന്റെ മൈനസ് സൈൻ 5x ഇൻറ്റു 5. അപ്പൊ മൈനസ് 5 തുടക്കത്തിൽ എഴുതാണ്. മൈനസ് 5 ഇ റേസ് ടു എക്സ് സൈൻ 5x പ്ലസ് കോസ് 5x ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇവിടെ എന്ത് കൊടുക്കുക? പ്രോഡക്റ്റ് റൂൾ കൊടുക്കുക. അപ്പൊ എന്ത് വരും? സൈൻ 5x ഇ റേസ് ടു എക്സ് പ്ലസ് e raised to x into 5 cos 5x. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. e raised to x എല്ലായിടത്തും ഉണ്ട്. സോ e raised to x നെ പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇതാണ് ആൻസർ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെ നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇൻ ടേംസ് ഓഫ് വൈ അലോൺ. അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്കിപ്പോൾ സൈൻ എക്സ്, ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് എന്നാണെങ്കിൽ അതിൽ എക്സിന്റെ ടേം ആണ് വരുന്നത്. അങ്ങനെ പാടില്ല. ഫുൾ ടേം വൈയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാം. മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. മൈനസ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 ബൈ എക്സ് ഫോമിലാണ്. 1 ബൈ എക്സിന്റെ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x. ഓക്കെ, അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. ഈ മൈനസും കൂടി പ്ലസ് ആവും. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്.
അപ്പോൾ എന്തോരും മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇത് എന്താണ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. വെറും 1 മൈനസ് എക്സ് സ്ക്വയറിനെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താലും അത് എന്ത് തന്നെയാണ് 1 മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ അതും ഇതും കൂടി ആകുമ്പോൾ എന്താവും റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്നാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് കിട്ടി, പക്ഷേ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് മാറ്റി വൈയുടെ ടേംസിലാക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോ കോസ് വൈ ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, കോസ് വൈ എന്ന് കൊടുക്കുക. അപ്പൊ മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ ഹോൾ ക്യൂബ്. 1 മൈനസ് കോസ് സ്ക്വയർ വൈ എന്താണ്, സൈൻ സ്ക്വയർ വൈ അല്ലേ. ഇനി റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ വൈ എന്താണ്, സൈൻ വൈ. അപ്പൊ സൈൻ വൈ ഹോൾ ക്യൂബ് എന്ന് വന്നു. സൈൻ വൈ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സൈൻ ക്യൂബ് വൈ എന്ന് കൊടുക്കാം. അത് ഞാൻ തൽക്കാലത്തേക്ക് സൈൻ വൈ ഇൻറ്റു സൈൻ സ്ക്വയർ വൈ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അപ്പൊ അതെന്താവും, സൈൻ ക്യൂബ് വൈ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട്, മൈനസ് കോട്ട് വൈ ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ കൊസീക് സ്ക്വയർ വൈ മൈനസ് കോട്ട് വൈ ഇൻറ്റു കൊസീക് സ്ക്വയർ വൈ. അപ്പൊ ഈ ആൻസറിൽ വൈ മാത്രമേ ഉള്ളൂ. സോ ഇൻ ടേംസ് ഓഫ് വൈ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു 3 കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ്. ഷോ ദാറ്റ് എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഈക്വൽ ടു 0. ഇവിടെ y1 y2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് y1 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് dy ബൈ ഡി എക്സ് ആണ്. y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും y1 ഉം y2 വേണം. അപ്പൊ നമുക്ക് y1 എന്ത് കിട്ടും, 3 ഇൻറ്റു കോസിന്റെ മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ്, ലോഗ് എക്സിന്റെ 1 ബൈ എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സ്, log x ന്റെ 1 by x. Then y2 എന്ത് വരും, നമ്മൾ എന്ത് ചെയ്യണം, കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും, ഫസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കാം. -3നെ മാറ്റി നിർത്തി ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് numerator into d by dx of denominator is 1 whole divided by denominator square. Okay, plus 4 നെ മാറ്റി നിർത്തി then എന്ത് കൊടുക്കുക, quotient rule അപ്ലൈ ചെയ്യുക. denominator into d by dx of numerator എന്ന് പറയുമ്പോൾ minus sin of log x divided by x minus numerator into d by dx of denominator എന്ന് പറയുമ്പോൾ minus cos of log x whole divided by denominator square. That is equal to -3 into x cancel ആയി പോകും. അപ്പോൾ എന്ത് വന്നു, cos of log x minus sin of log x divided by x square plus ഇവിടെ x cancel ആയി പോയി 4 into minus sin of log x minus cos of log x divided by x square. ഇവിടെ രണ്ടിടത്തും മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ഇവിടെ മൈനസ് ഒന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ വൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, ത്രൂ ഔട്ട് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ -3 നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. -3 കോസ് ഓഫ്, അപ്പൊ ഈ എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാണ്. +3 സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 4 കോസ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ, പ്ലസ് എക്സ് ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എക്സ് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്, -3 സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് 4
കോസ് ഓഫ് ലോഗ് എക്സ് ദെൻ എന്താണ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ പ്ലസ് 3 കോസ് ഓഫ് ലോഗ് എക്സ് മൈനസ് പ്ലസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. മൈനസ് 3 കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 3 കോസ് ഓഫ് ലോഗ് എക്സ്, 3 സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 3 സൈൻ ഓഫ് ലോഗ് എക്സ്, മൈനസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ഓഫ് ലോഗ് എക്സ്, മൈനസ് 4 കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 4 കോസ് ഓഫ് ലോഗ് എക്സ്. അപ്പൊ എന്ത് വന്നു? 0 എന്ന് വന്നു. ദസ് പ്രൂവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു 500 e raised to 7x plus 600 e raised to minus 7x. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഷോ ദാറ്റ് d square y by dx square ഈക്വൽ ടു 49y എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് dy by dx കാണാം. dy by dx ഈക്വൽ ടു 500 ഇൻറ്റു e raised to 7x ഇൻറ്റു 7. അപ്പൊ എന്ത് വരും? 3500 ഇൻറ്റു e raised to 7x പ്ലസ് 600 ഇൻറ്റു e raised to minus 7x ഇൻറ്റു minus 7. അപ്പൊ എന്ത് വരും? മൈനസ് 4200 ഇൻറ്റു e raised to minus 7x. ഇനി d square y by dx square എന്ത് വരും? d square y by dx square 3500 ഇൻറ്റു 7 അത് വരില്ലേ? ഫസ്റ്റ് dy by dx കാണാം. അപ്പൊ എന്ത് വരും? 7 ഇൻറ്റു 500 e raised to 7x ഇൻറ്റു 7. ആ 7 മാറ്റി നിർത്താണ്. പ്ലസ് 600 e raised to minus 7x ഇൻറ്റു മൈനസ് 7. ദെൻ d square y by dx square എന്ത് വരും? 7 ഇൻറ്റു 500 ഇൻറ്റു e raised to 7x ഇൻറ്റു 7. അപ്പൊ 7 ഇൻറ്റു 7 എന്താവും? 49 ആവും. മൈനസ് 7 ഇൻറ്റു 600 ഇൻറ്റു e raised to minus 7x ഇൻറ്റു മൈനസ് 7. മൈനസ് മൈനസ് പ്ലസ് 7 ഇൻറ്റു 7 49. ഈ 49 കോമൺ ആയിട്ട് പുറത്തെടുത്താ ഇത്ര എന്താണ്? y ആണല്ലേ. സോ ദ ആൻസർ ഈസ് 49y. Thus proved. Okay. Next question. E raised to y into x plus 1 equal to 1. Show that d square y by dx square equal to dy by dx whole square. അപ്പോൾ dy by dx കാണണം, d square y by dx square കാണണം. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഫസ്റ്റ് ഇതിനെ സെക്കൻഡ് ആക്കി എടുത്തിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. e raised to y into 1 plus 0 എന്ന് വരും അല്ലേ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 plus 0 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ത് വരും? e raised to y dy by dx ഈക്വൽ ടു 0. ഈ e raised to y അപ്പുറത്തേക്ക് പോയാൽ എന്ത് വരും? മൈനസ് e raised to y. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ dy by dx എന്ത് വന്നു? മൈനസ് 1 by x plus 1. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? dy by dx ഹോൾ സ്ക്വയർ കിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ്. അതെന്ത് വരും? 1 by x plus 1 ഹോൾ സ്ക്വയർ. ഇനി ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d square y by dx square ഈക്വൽ ടു മൈനസ് 1 by xന്റെ 1 by x square. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ഇത് 1 by x ഫോമിലാണ്. മൈനസ് 1 by x plus 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ആ മൈനസും മൈനസിന്റെ പ്ലസ് ആവും. സോ 1 by x plus 1 ഹോൾ സ്ക്വയർ. അത് തന്നെയല്ലേ ഇത്. ദസ് പ്രൂവ്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയി. 5-7 എന്നുള്ള എക്സസൈസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി നമുക്ക് മീൻ വാല്യൂ തിയറം അതൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് ആ ഒരു വീഡിയോയും കൂടെ മതി. അപ്പൊ നാളെയും കൊണ്ട് നമ്മൾ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.